സമരം അവസാനിപ്പിച്ചുകൊണ്ട് വളർമതി നിരാഹാരം അനുഷ്ഠിച്ച വളർമതി സംസാരിക്കും. അതേപോലെ 1:1 എന്ന് പറയുന്നത് അവര് പറയുന്ന എയ്ഡഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനാണ് 1:1 എന്ന് പറയുന്നു. നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഗവൺമെന്റിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവര് തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയം ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അടുത്തത് ലിസ്റ്റ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അത് ലിസ്റ്റ് കാലാവധി തീരുന്ന സമയത്തും മുറയ്ക്ക് തീർച്ചയായിട്ടും 2 അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് പരിഗണിക്കുമെന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയം, നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും നീട്ടിവെക്കുമെന്ന് തന്നെയുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം നിങ്ങളൊക്കെ കാണാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയേണ്ടി വന്നത്. നിരാഹാരം അദ്ദേഹം വെള്ളം തന്നു. നിരാഹാരം ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ആവശ്യം അവർക്ക് നടപ്പിലാക്കാൻ ഈ പറയുന്ന റേഷ്യോ കുറയ്ക്കുന്നതും HTUവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കാൻ, നമ്മൾ ആപ്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അത് പരിശോധിക്കാൻ, പഠിക്കാനല്ല പരിശോധിക്കാൻ ഒരു 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് മുതൽ 45 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 എന്ന് പറയുന്ന ദിവസമായി തീരും. അതിനുള്ളിൽ തന്നെ ഈ 45 ദിവസം എത്തിക്കാതെ അതിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് ഗവൺമെന്റിനോട് അറിയിച്ചിരിക്കുന്നത്. സമരം, പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കും. അതായത് സമരമായി നടത്തില്ല, പകരം നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. സമരം, പ്രതിഷേധമോ പ്രകടനങ്ങളോ ആയി തുടരില്ല. സമാധാനപരമായി ഞങ്ങൾ ഇവിടെ തുടരും. സെപ്റ്റംബർ 24 തീരുമാനമായില്ലെങ്കിൽ 25 മുതൽ ഉള്ളൂ പിന്നെ സമരത്തെക്കുറിച്ചുള്ള ആലോചന. തീർച്ചയായിട്ടും, കാരണം നമ്മളെ പരിഗണിക്കും എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ ഇതെല്ലാം ഡയല്യൂട്ട് ചെയ്യുന്നതും ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതും. അപ്പൊ ആ പരിഗണന പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം നമ്മളത് ആലോചിക്കും. ഇനി എങ്ങനെയാണ് തുടരേണ്ടത് എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കും. നിലവിൽ സമരം എന്നുള്ള രീതിയിൽ സമരം അവസാനിപ്പിക്കൂല. സമരത്തില് പ്രതിഷേധമോ പ്രകടനങ്ങളോ ഉണ്ടാവില്ല. ഇവിടെ മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ വേറെ പ്രകടനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ തുടരും സമരമായി തന്നെ. സമരം എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ തുടരും. നേരത്തെ നമ്മൾ രാവും പകലും ഇവിടെ തന്നെയാണ്. നിരാഹാര സമരമാണ്. ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഭാഗമായി ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഇതിനെ LP-ST ഉദ്യോഗാർത്ഥികളുടെ സമരം, നിരാഹാര സമരം അവസാനിച്ചിരിക്കുന്നു. സമരപന്തലിൽ അവർ തുടരും, ഉറപ്പ് പൂർത്തിയാകും വരെ എന്നാണ് വിവരം.